അടിയന്തര പ്രമേയത്തിൽ യു.ഡി.എഫിൽ അടിമുടി ആശയക്കുഴപ്പം. വി.ഡി. സതീശന്റെ നടപടികളിൽ യു.ഡി.എഫിനുള്ളിൽ അതൃപ്തി ശക്തമാണ്. കൂടിയാലോചനയില്ലാത്തത് തിരിച്ചടിയായെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. വിഷയം തീരുമാനിച്ചതിലും പാളിച്ചു പറ്റിയെന്ന് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. മലപ്പുറം വിഷയത്തോട് ലീഗിനും അതൃപ്തിയുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദം വേണ്ടെന്നാണ് ലീഗ് നിലപാട്. മുനീറിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് വിഷയം ഉയരുമെന്ന് ലീഗിന് ആശങ്കയുണ്ട്. ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്, ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. മറ്റ് സർ, ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരള നിയമസഭയിൽ ഏറെക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സഭയുടെ ഒരു നിലവാരമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരു നിലവാരത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നതാണ് തൊട്ട് മുൻപുള്ള പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ആ നിലവാരം ഇല്ലാതായി എന്ന് പറയുന്നതോടെ യഥാർത്ഥത്തിൽ യു.ഡി.എഫിനകത്തും കോൺഗ്രസിനകത്തും പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. നൃപൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നൃപൻ, ഇതിപ്പോൾ വലിയ ഒരു വെട്ടിലേക്ക് പ്രതിപക്ഷം സ്വയം ചെന്ന് ചാടി എന്നൊരു വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് തന്നെ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടും, തങ്ങൾ കൂടുതൽ ഈ പറയുന്ന പോലെ ഒറ്റപ്പെടും എന്നൊരു തോന്നലിലേക്ക് പ്രതിപക്ഷം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള ഒരു സൂചനയാണോ വരുന്നത്? തീർച്ചയായും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇന്ന് സഭയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ അതിനെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞ ആ കാര്യത്തെ അംഗീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒപ്പം തന്നെ അത് ഏറ്റുപിടിക്കുന്ന ആ കാര്യങ്ങളിൽ അത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് ഇന്ന് സഭയിൽ നടന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ശരിയാണ് എന്ന് നിയമമന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവ് പറയുന്ന പ്രതികരണങ്ങളാണ് ആദ്യം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ യു.ഡി.എഫിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്ന കാര്യം. കാരണം ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്ന കാര്യത്തിൽ അടിമുടി ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കൂടിയാലോചന ഉണ്ടായില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ വലിയ അതൃപ്തി ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുമുണ്ട്. ഇന്ന് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് മലപ്പുറത്തെ മുഖ്യമന്ത്രി അവഹേളിച്ചു എന്ന വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഏറ്റെടുത്ത വിഷയമായിരുന്നു ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷമ്മി, ആ വിഷയം അവതരിപ്പിച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സണ്ണി ജോസഫാണ്. ലീഗിൻ്റെ ഒരു എം.എൽ.എയും ഇത് അവതരിപ്പിക്കാൻ തയ്യാറായില്ല. അത്തരമൊരു വിഷയം സഭയിൽ അവതരിപ്പിച്ചാൽ അങ്ങനെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് ലീഗിൻ്റെ നേതാവിന് അത് സംസാരിക്കേണ്ടി വരും, അതിന് മറുപടി ഉണ്ടാവും. ഒപ്പം തന്നെ ഇത് ചർച്ചയ്ക്ക് സർക്കാർ എടുക്കുകയാണെങ്കിൽ സമഗ്രമായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റു പല വിഷയങ്ങളും മുഖ്യമന്ത്രിയും സർക്കാരിൻ്റെ ഭാഗം പറയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്ന എം കെ മുനീർ സ്വന്തം മണ്ഡലത്തിൽ കൊടുവള്ളിയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി കൈയോർത്ത് നടത്തുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണ വിധേയമാണ് ലീഗ് നേതൃത്വം. ഇത്തരം കാര്യങ്ങൾ നിയമസഭയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനോട് ലീഗിന് താല്പര്യമില്ലായിരുന്നു. ഒപ്പം തന്നെ അടിയന്തര പ്രമേയത്തിന് വേണ്ടി നേരത്തെ അവർ നിശ്ചയിച്ചിരുന്നത് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണവും അതിൻ്റെ തുടർ നടപടികളുമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ADGP അജിത് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. അതിനുശേഷം ആശയക്കുഴപ്പം തുടർന്നു. അതിനുശേഷമാണ് ഈ വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും മുതിർന്ന നേതാക്കൾ പറഞ്ഞത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സർക്കാർ നടപടി തുടങ്ങി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി PV അൻവർ ഈ വിഷയം സഭയിൽ ഉന്നയിക്കണമെന്നതാണ് മുതിർന്ന നേതാക്കൾ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. പക്ഷേ VD സതീശൻ ഇത് ചർച്ചയ്ക്ക് തയ്യാറായില്ല. അദ്ദേഹം ഏകപക്ഷീയമായി ഈ നിലപാടിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ സർക്കാർ ഇത് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചതോടുകൂടി മറുപടി പറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ VD സതീശൻ അടക്കം വെട്ടിലായി. തുടർന്ന് സഭയിൽ സ്വീകരിക്കേണ്ട പ്രതിപക്ഷ തന്ത്രം അമ്പേ പാളിപ്പോയി എന്നതാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. കാരണം ഈ അവസാന നിമിഷം കുടമിട്ട് ഉടച്ചു കളഞ്ഞു എന്നതാണ് മുതിർന്ന ഒരു നേതാവ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രതിപക്ഷം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ചില മാധ്യമങ്ങൾ കൂടി പിന്തുണയോടെ കൊണ്ടുവന്ന കാര്യം അവസാനം ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ ഉടച്ചു കളഞ്ഞു, അവസരത്തെ പാഴാക്കി കളഞ്ഞു എന്നതാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഇതിൽ ചെന്നിത്തലയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. ചെന്നിത്തല
സഭയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. സഭയിൽ ചേരാത്ത ചില പ്രവണതകളാണ്, ഇതുവരെ കാണാത്ത ചില പ്രവണതകളാണ് ഉണ്ടായത്. കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം കൊമ്പ് കോർക്കുന്ന, നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന അവസ്ഥയിലേക്ക് പോയി. കാരണം പ്രതിപക്ഷ നേതാവാണ് പ്രകോപനത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം വളരെ അമാന്യമായ ചില മറുപടികൾ മുഖ്യമന്ത്രിയെ വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം സ്പീക്കറെ, ചെയറിനെ അവഹേളിച്ചു. ഇതിലൊക്കെ തന്നെ വലിയ രൂക്ഷമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ നിൽക്കാതെ അവസാനം സഭയെ പ്രക്ഷുബ്ധമാക്കി സഭ പിരിയേണ്ട അവസ്ഥയുണ്ടായി. അത് ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ വിശദീകരിക്കുമെന്ന ചോദ്യവും UDFും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. വല്ലാത്ത ഒറ്റപ്പെടലിലേക്ക് ഇക്കാര്യങ്ങളിൽ VD സതീശൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുതിർന്ന പല നേതാക്കളും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗിൻ്റെ അതൃപ്തി ലീഗ് UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷമ്മി. നൃപൻ, ഇത്തരത്തിൽ ഏകപക്ഷീയമായി ചർച്ച ചെയ്യാതെ ഇത്തരം തീരുമാനം എടുക്കുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. കാരണം നേരത്തെ പി രാജീവ് പറഞ്ഞത് ആദ്യമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ സ്വന്തം അടിയന്തര പ്രമേയം അലങ്കോലമാക്കിയ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഇപ്പോഴത്തെ സഭയിലുള്ളത് എന്നാണ് പി രാജീവ് പറഞ്ഞത്. അതുപോലെ തന്നെ വലിയ ഒരു വിമർശനം, എന്തിന് ഈ ഒരു അടിയന്തര പ്രമേയം നൽകി, അതിനുശേഷം അത് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് അത് വേണ്ട എന്ന് വെക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് പ്രതിപക്ഷം എങ്ങനെ എത്തി എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? പ്രസക്തമാണ് ഷമ്മി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അടിയന്തര പ്രമേയമായി ഉയർത്തിയ വിഷയം കോൺഗ്രസ് പല തട്ടിലായി UDF ഏറ്റെടുത്ത വിഷയമാണ്. ലീഗ് പരമാവധി ആ പ്രദേശങ്ങളിൽ പരമാവധി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യങ്ങളിൽ അങ്ങനെ ഔദ്യോഗികമായി ചർച്ച ചെയ്യാതെ തന്നെ വലിയ തരത്തിൽ ക്യാമ്പയിനായി സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു UDFിൻ്റെയും ലീഗിൻ്റെയൊക്കെ പ്ലാന്. പക്ഷേ അത് VD സതീശൻ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. മുഖ്യമന്ത്രി ഇത് തയ്യാറാകുന്നതോടെ തന്നെ ഈ കാര്യങ്ങളിൽ പൂർണ്ണമായ വ്യക്തത വരും. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സമീപകാലത്തുണ്ടായ വിവാദങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ശക്തികൾ, ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ സംബന്ധിച്ച ഭാഗങ്ങൾ, അത് വിവാദമാക്കിയ ചില മാധ്യമങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഭയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. ഈ അവസരം കിട്ടിയാൽ ഇത് ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവന്ന ഈ ഒരു വ്യാജ വാർത്തകൾ നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരു വിഷയം കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ്. പക്ഷേ VD സതീശൻ ഇത് ഏകപക്ഷീയമായി എടുത്തു. മറ്റ് ചില വിഷയങ്ങളായിരുന്നു ലീഗ് അടക്കം മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കം ഉന്നയിക്കാൻ തീരുമാനിച്ചത്. അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുൻനിർത്തി പോലീസിനെതിരെ ആദ്യ ദിവസം അടിയന്തര പ്രമേയം കൊടുക്കണം എന്നതായിരുന്നു ഒരു വിഭാഗം നേതാക്കൾ വാദിച്ചത്. പക്ഷേ ഈ VD സതീശനായിരുന്നു ഈ വിഷയം ഏറ്റെടുത്തത്. പക്ഷേ വിഷയം പാളിപ്പോയി. മാത്രമല്ല സഭയിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തുന്നില്ല എന്നതിൻ്റെ വലിയ പരാതി കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നൽകിയ ഉടൻ തന്നെ പിന്നെ അടുത്തെന്ത് ചെയ്യണം എന്ന ആശയക്കുഴപ്പം UDFിൽ പടർന്നിരുന്നു. എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോയി. പൊടുന്നനെയാണ് അവഹേളിച്ചു എന്ന ന്യായവുമായി മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം പുറത്തുപോയി അകത്ത് വന്ന പ്രതിപക്ഷം അതുവരെ ശബ്ദിക്കാതെ സർക്കാരിനെതിരെ, സ്പീക്കറിനെതിരെ ഒന്നും പറയാതിരുന്ന പ്രതിപക്ഷം പെട്ടെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നു, അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ശേഷമാണ് പൊടുന്നനെ പ്രതിപക്ഷം പ്രകോപിതരാകുന്നത്. അങ്ങനെ വലിയ ആശയക്കുഴപ്പമുണ്ടായി. സ്പീക്കറുടെ ചെയറിലേക്ക് അകത്തേക്ക് കടക്കാനുള്ള, ഡൈസിലേക്ക് കടക്കാനുള്ള മാത്യു കുഴൽനാടനടക്കമുള്ള കോൺഗ്രസ് MLA-മാരുടെ നീക്കങ്ങൾ, അങ്ങനെ സഭ ആകെ പ്രക്ഷുബ്ധമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും ആ സഭയിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധത്തെ ഉപയോഗിക്കാതെ കൂടിയാലോചനയില്ലാതെ കളഞ്ഞു എന്ന ഏറ്റവും വലിയ നിലപാടും UDFിലുള്ള ശക്തമാണ്. പ്രത്യേകിച്ച് ലീഗിന് വല്ലാത്ത അതൃപ്തിയുണ്ട്. കാരണം ഇന്ന് MK മുനീർ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രകടനത്തിലോ മറ്റ് പരിപാടികളിലോ പങ്കെടുത്തില്ല. അദ്ദേഹം സഭയിൽ പങ്കെടുത്തോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലീഗ് ഇക്കാര്യത്തിലെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. കാരണം MK മുനീറിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണത്തിൻ്റെ മുൾമുനയിൽ ലീഗ് നിൽക്കുകയാണ്. അത്തരത്തിലൊരു ചർച്ചയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് എങ്കിൽ ഈ PV അൻവറുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ സംബന്ധിച്ചും കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ പറയാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിൽ UDF ആകും. അത്തരം ഒരു ഘട്ടത്തിലേക്ക് UDFിനെ വലിച്ചിഴയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി എന്ന തരത്തിലുള്ള വലിയ വിമർശനമാണ് ആഭ്യന്തരമായി UDFിലും കോൺഗ്രസിനുള്ളിലും ഉടലെടുത്തിരിക്കുന്നത്. ഷമ്മി. നൃപൻ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഒരു ചർച്ച ഉയർന്നു വന്നാൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലാവുക ലീഗ് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുട്ടനടക്കം പുറത്തു കൊണ്ടുവന്ന അമാന വിഷയം, കേസടക്കമുള്ള സംഭവങ്ങളിൽ
ലീഗുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ കഴിഞ്ഞ ദിവസം KT ജലീൽ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ച വരും. അങ്ങനെ ഒരു ചർച്ച വന്നാൽ ലീഗ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഏറെ പണിപ്പെടേണ്ടി വരും എന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ലീഗിൻ്റെ കൂടി നിർബന്ധത്തിന് വഴങ്ങി ഈ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് പറയാൻ കഴിയുമോ? പലതരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട് ഷമ്മിക്ക് തന്നെ അറിയാവുന്നതാണ്. സാധാരണ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ മലബാറുമായി ബന്ധപ്പെട്ട ലീഗാണ് ഈ വിഷയം മലബാറിൽ വളരെ സെൻസിറ്റീവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായത്. ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ വലിയ പ്രകോപനപരമായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും അത് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ലീഗ് സഭയിൽ ഇത് ഉന്നയിക്കാൻ തയ്യാറായില്ല. കാരണം കോൺഗ്രസിൻ്റെ സണ്ണി ജോസഫ് MLA ആണ് ഈ വിഷയം ഉന്നയിച്ചത്. അവിടെ തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ വിഷയം തിരഞ്ഞെടുപ്പിലുള്ള തർക്കം നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അതിനുശേഷം ഈ വിഷയം ഏറ്റെടുത്ത ശേഷം എടുത്ത സമീപനങ്ങളിലും വലിയ പാളിച്ച വന്നു എന്നതാണ്. നിങ്ങൾ ഈ ഒരു വലിയ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായി നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചു എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ നിങ്ങൾ ബഹളമൊക്കെ ഉണ്ടാക്കി സഭ വിട്ടിറങ്ങിപ്പോയി എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഇപ്പോൾ ലീഗിനെയും പ്രത്യേകിച്ച് UDFിനെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതിൽ വല്ലാത്ത പാളിച്ച, വീഴ്ച കുറവ്, സൂക്ഷ്മത കുറവ്, പരമാവധി ഇക്കാര്യങ്ങളിൽ പാലിക്കേണ്ട കൂടിയാലോചന ഒന്നും VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ്. അത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. സഭയിൽ കീഴ്വഴക്കങ്ങൾക്ക് അല്ലാതെ പലതരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നു, ഇത് സഭാ നടപടികൾക്ക് യോജിച്ചതല്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. അത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ മുഖ്യമന്ത്രി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിയമമന്ത്രിയായിട്ടുള്ള P രാജീവും അത് പറയുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാവുന്നതാണ്. അത് തന്നെയാണ് രത്ന ചുരുക്കമാണെന്ന് UDFിലും കോൺഗ്രസിലും ഉടലെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഷമ്മി. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലെ വിശദാംശങ്ങൾ നൽകിയത്.